സ്മിതി, നടന്നത് കൊലപാതകമാണോ എന്ന് നമുക്ക് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വെച്ച് ഇപ്പോൾ പറയാൻ കഴിയില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഹാങ്ങിങ് ആണ് മരണകാരണം എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അതൊരു പക്ഷേ ആത്മഹത്യയാകാം എന്ന നിഗമനത്തിലാണ് പോലീസ് ഉള്ളത്. നിലവിൽ നമുക്കതൊരു കൊലപാതകമാണ് എന്ന് തെളിയിക്കുന്നതിനുള്ള തെളിവുകളൊന്നും ലഭ്യമായിട്ടില്ല. പക്ഷേ ആ ആത്മഹത്യയിലേക്ക് നയിച്ച ചില കാരണങ്ങളുണ്ട്. ആ ആത്മഹത്യ പ്രേരണ എന്നുള്ളതൊരു ക്രിമിനൽ ഒഫൻസായിട്ട് നമ്മുടെ മുന്നിൽ നിൽക്കുന്നു. ആത്മഹത്യയാണ് ചെയ്തതെങ്കിൽ ആത്മഹത്യയിലേക്ക് നയിച്ച കാരണങ്ങളും ആത്മഹത്യ ചെയ്യുന്നതിന് 2 ദിവസം മുൻപ് ഈ സിദ്ധാർത്ഥൻ്റെ ശരീരത്തിൽ കണ്ട പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അനുസരിച്ച് 18 മർദ്ദനത്തിൻ്റെ പാടുകളും നമ്മുടെ മുന്നിൽ വലിയൊരു ചോദ്യചിഹ്നമായി നിൽക്കുന്നുണ്ട്. സ്മൃതി, ഒട്ടേറെ സംശയങ്ങൾ, ഇതൊരു വലിയ രാഷ്ട്രീയ വിഷയമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് ആ വിഷയത്തിൽ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നുള്ളതിൻ്റെ വസ്തുത പുറത്തെ സമൂഹത്തെ അറിയിക്കേണ്ട ഉത്തരവാദിത്വമുണ്ട്. ഞാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ സിദ്ധാർത്ഥൻ്റെ സുഹൃത്തുക്കളോടും സിദ്ധാർത്ഥൻ്റെ ക്ലാസ്സിലെ വിദ്യാർത്ഥികളോടും സംസാരിക്കാൻ ശ്രമിച്ചിരുന്നു. അതിൽ ചില സൂചനകൾ മാത്രമാണ് എനിക്ക് കിട്ടിയത്. അതാണ് ഞാൻ പ്രേക്ഷകരോട് വെളിപ്പെടുത്തുന്നത്. ഞാൻ ആ അധ്യാപകനെയും ഡീനെയും ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും ഇരുവരും ഫോൺ എടുത്തിരുന്നില്ല. ഞാൻ മറ്റ് അധ്യാപകരെ ബന്ധപ്പെടാൻ ശ്രമിച്ചു. അവരുടെ ഭാഗത്തു നിന്നും ഒരു പ്രതികരണം കിട്ടിയിട്ടില്ല. സാക്ഷികളുടെയും പുറത്തുനിന്നുള്ളവരുടെയും മൊഴികളനുസരിച്ച് 2 കാര്യങ്ങൾ ഇതിൽ വ്യക്തമാണ്. ഒന്ന്, ഈ സംഭവം തുടങ്ങുന്നത് 12-ാം തീയതിയാണ്. വാലന്റൈൻസ് ഡേ 14-ാം തീയതി. ആ വാലന്റൈൻസ് ഡേക്ക് ഉള്ള ഒരുക്കങ്ങൾ നടത്തേണ്ട ഉത്തരവാദിത്വം 22nd ബാച്ച് എന്നറിയപ്പെടുന്ന 2ാം വർഷ ബാച്ചിലർ ഓഫ് വെറ്റിനറി സയൻസ് ആൻഡ് അനിമൽ ഹസ്ബൻഡറി വിദ്യാർത്ഥികൾക്കായിരുന്നു. അതായത് സിദ്ധാർത്ഥൻ ഉൾപ്പെടുന്ന ബാച്ചിനായിരുന്നു ആ ചുമതല. 14-ാം തീയതിയിലുള്ള ആ ചുമതല നടത്തുന്നതിനിടയിൽ 12-ാം തീയതി ലൈറ്റ് ആൻഡ് സൗണ്ട് അടക്കമുള്ള കാര്യങ്ങളുടെ ചുമതല സിദ്ധാർത്ഥനാണ് ഉണ്ടായിരുന്നതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ആ ദിവസം സിദ്ധാർത്ഥൻ എന്ന് പറയുന്ന ഫസ്റ്റ് ഇയറിലെ റപ്പായിരുന്ന വിദ്യാർത്ഥി, ഓർമ്മിക്കണം, ഫസ്റ്റ് ഇയറിൽ അനിമൽ ഹസ്ബൻഡറി കോഴ്സിലേക്ക് വരുന്ന സമയത്ത് ഇലക്ഷൻ കഴിയും. അത് കഴിഞ്ഞാൽ സാധാരണ നോമിനേഷനാണ് പതിവ്. അങ്ങനെ SFIയുടെ കൂടി സമ്മതത്തോടു കൂടി നോമിനേറ്റ് ചെയ്യപ്പെട്ട വിദ്യാർത്ഥിയാണ് ഈ സിദ്ധാർത്ഥൻ. അപ്പോൾ സിദ്ധാർത്ഥൻ ഒരു SFI അനുഭാവിയാണ് എന്നാണ് ഇതിൽ നിന്ന് നമ്മൾ അനുമാനിക്കുന്നത്. എന്നാൽ SFI യൂണിറ്റ് അംഗമല്ല. അതുകൊണ്ട് തന്നെ 2ാമത്തെ വർഷമാകുമ്പോഴേക്കും സിദ്ധാർത്ഥന് റെപ്രസെൻറ്റേറ്റീവായിട്ട് മത്സരിക്കാൻ കഴിയുന്നില്ല. പക്ഷേ SFI അനുഭാവിയായി തുടരുന്നു. ആ കോളേജിൽ ASFൻ്റെ ഒരു യൂണിറ്റ് ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ദുർബലമായ യൂണിറ്റാണ്. ബാക്കി യൂണിറ്റ് പൂർണ്ണമായും SFIയുടെ നേതൃത്വത്തിലുമാണ്. ഇതാണ് എൻ്റെ പശ്ചാത്തലം. ഈ 12-ാം തീയതി രാത്രിയിൽ സിദ്ധാർത്ഥനും സിദ്ധാർത്ഥനോടൊപ്പമുള്ള 1-2 സുഹൃത്തുക്കളും, അതിൽ 2 പെൺ സുഹൃത്തുക്കളടക്കം അവർ സംസാരിച്ചിരിക്കുന്നതിനിടയിൽ എന്തോ ചില കാര്യങ്ങൾ അവിടെ സംഭവിക്കുന്നു. അതിൽ ആ പെൺകുട്ടിക്ക് മനോവിഷമം ഉണ്ടാവുന്നു. അങ്ങനെ ആ പെൺകുട്ടിയുടെ ഒരു പരാതി ഈ സിദ്ധാർത്ഥൻ മരിച്ചു കഴിഞ്ഞ് പിറ്റേ ദിവസം അധികൃതരുടെ കൈകളിൽ എത്തുന്നു എന്ന ഒരു എൻക്വയറി റിപ്പോർട്ട് നമ്മുടെ കയ്യിലുണ്ട്. അതായത് 19-ാം തീയതി, ഫെബ്രുവരി 19-ാം തീയതി കിട്ടുന്നു. അപ്പോൾ 12-ാം തീയതിക്കും സിദ്ധാർത്ഥൻ മരിച്ചു പിറ്റേന്ന് എൻക്വയറിക്ക് ലഭിച്ചിരിക്കുന്ന ഒരു പരാതിക്കും ഇടയിൽ സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ പൊതുസമൂഹം അറിയേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, സിദ്ധാർത്ഥനുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഈ കുട്ടിക്ക് നേരിട്ടിട്ടുണ്ട് എന്നുള്ളത് ഈ കുട്ടി അറിയിക്കേണ്ടത് ആരെയാണ് എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അത് ആ കുട്ടിയുടെ തീരുമാനമാണ്. പക്ഷേ ഇവിടെ ഒരു വലിയ വീഴ്ച സംഭവിച്ചിരിക്കുന്നത് SFIയുടെ യൂണിറ്റ് ഭാരവാഹികളും അതേപോലെ യൂണിയൻ പ്രസിഡന്റ് അടക്കമുള്ളവരും ഈ വിഷയം അറിഞ്ഞ ഉടൻ ഒരു ആൾക്കൂട്ട വിചാരണയ്ക്ക് നേതൃത്വം നൽകി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏകദേശം 100ഓളം ഹോസ്റ്റലിൽ, മെൻസ് ഹോസ്റ്റലിലെ 100ഓളം വിദ്യാർത്ഥികളും ആ ഒരു വിചാരണയ്ക്ക് സാക്ഷിയായിരുന്നു. അത് സംഭവിക്കുന്നതാവട്ടെ 16-ാം തീയതിയാണ്. പക്ഷേ ഇതിനിടയ്ക്ക് 2 ദിവസങ്ങളുണ്ട്. 12-ാം തീയതി പെൺകുട്ടിയുമായി സംസാരിക്കുന്നു. 14-ാം തീയതി വാലന്റൈൻസ് ഡേയിൽ ഈ കുട്ടി കരയുന്നു. ഈ കുട്ടി ഈ കാര്യം മറ്റു സുഹൃത്തുക്കളെ അറിയിക്കുന്നു. 16-ാം തീയതി വീട്ടിലേക്ക് മടങ്ങിയ സിദ്ധാർത്ഥനെ അതേ ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ വിളിച്ചു വരുത്തുന്നു. 16-ാം തീയതി ഹോസ്റ്റലിൽ വെച്ച് പുലർച്ചെ ഈ സിദ്ധാർത്ഥനോട് ബാക്കിയുള്ള സുഹൃത്തുക്കൾ കാരണം അന്വേഷിക്കുന്നു. അതിനെ തുടർന്നൊരു സംഘർഷം ഉണ്ടാവുന്നു. സംഘർഷം എന്ന് പറയുന്നത് ഈ വിദ്യാർത്ഥിയെ മർദ്ദിക്കുകയാണ്. അതിൽ 4ഓളം യൂണിറ്റ് ഭാരവാഹികളുണ്ട്, സീനിയേഴ്സ് അടക്കം. ബാക്കി ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നതിൽ 7ഓളം മറ്റു വിദ്യാർത്ഥികളുണ്ട്. 100ഓളം വിദ്യാർത്ഥികൾ ഇത് കാഴ്ചക്കാരായിട്ടുമുണ്ട്. അപ്പോൾ 4 വിദ്യാർത്ഥികളാണ് നേരിട്ട് SFIയുമായി ബന്ധപ്പെട്ടതെങ്കിലും മറ്റു വിദ്യാർത്ഥികൾ കൂടി ഹോസ്റ്റലിൽ ഈ കുട്ടിയെ മർദ്ദിക്കുന്നുണ്ട്. മർദ്ദനത്തിനു ശേഷം സിദ്ധാർത്ഥൻ 16, 17 തീയതികളിൽ ഏതെങ്കിലും റൂമിൽ പൂട്ടിയിട്ടു എന്ന് പറയുന്നത് ശരിയല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. കാരണം സിദ്ധാർത്ഥൻ്റെ റൂംമേറ്റ് അവിടെയുണ്ട്. സിദ്ധാർത്ഥൻ ആ സമയങ്ങളിൽ ഭക്ഷണം കഴിക്കുന്നതിൽ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നില്ല. സിദ്ധാർത്ഥൻ അല്പം വിഷമിച്ചിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അമ്മയുടെ നേരത്തെ നികേഷ് കുമാറുമായിട്ടുള്ള ഡിബേറ്റിൽ നിന്നും അക്കാര്യം വ്യക്തമാണ്. ചെറിയ സംഭാഷണങ്ങൾ മാത്രമാണ് സിദ്ധാർത്ഥൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. എന്നാൽ അതിനുശേഷം 18-ാം തീയതി ഉച്ചഭക്ഷണം കഴിക്കാൻ സുഹൃത്തുക്കൾ പോകുമ്പോൾ കുളിമുറിയിലാണ് ഹാങ് ചെയ്ത നിലയിൽ ഈ സിദ്ധാർത്ഥനെ കണ്ടെത്തുന്നത്. അന്ന് മറ്റൊന്നും കൂടി സംഭവിക്കുന്നത്, 18-ാം തീയതിയാണ് ഈ പരാതി നൽകിയ പെൺകുട്ടി ക്യാമ്പസിലേക്ക് തിരിച്ചു വരുന്നതും ആ പെൺകുട്ടി പരാതി നൽകുമെന്നുള്ള ഒരു വാർത്ത ക്യാമ്പസിൽ പരന്നിരുന്നു എന്നുമാണ് ഇവിടുത്തെ വിദ്യാർത്ഥികൾ പറയുന്നത്. ഒരു പക്ഷേ
സിദ്ധാർത്ഥൻ ആത്മഹത്യ ചെയ്തത് ഈ കാരണം കൊണ്ടാണോ എന്നൊരു സന്ദേഹം ആ ക്യാമ്പസിലുണ്ട്. അത് ക്യാമ്പസിലെ വിദ്യാർത്ഥികളും അധ്യാപകരും പങ്കുവയ്ക്കുന്നൊരു പ്രശ്നമാണ്. പക്ഷേ അതിനേക്കാളും അപ്പുറം ഗൗരവമായുള്ളത് ഈ വിഷയം യഥാവിധി ICCയുടെ മുന്നിൽ എത്തിക്കേണ്ട ചുമതല ആ യൂണിയൻ പ്രസിഡന്റിനും യൂണിയൻ ഭാരവാഹിക്കും പിന്നെ അധ്യാപകർക്കുമാണെന്നിരിക്കെ ഇങ്ങനെ ക്യാമ്പസിലൊരു വിദ്യാർത്ഥിയെ ഹോസ്റ്റലിൽ വെച്ച് വിചാരണ ചെയ്യുന്നത് ആ സിസ്റ്റം അറിഞ്ഞില്ല എന്നുള്ളതിൽ ആ ക്യാമ്പസിലെ അധ്യാപകരും അതേസമയം തന്നെ ഡീനും ഈ SFIയിലെ യൂണിറ്റ് ഭാരവാഹിയും SFIയുടെ യൂണിയൻ പ്രസിഡന്റും അടക്കമുള്ളവർ ഉത്തരവാദികളാണ് എന്നതാണ് എൻ്റെ പക്ഷം. അതുകൊണ്ട് ആ മർദ്ദനത്തിൽ വേദനയുള്ള സിദ്ധാർത്ഥൻ പിന്നീട് ഈ കാര്യം പുറത്ത് ഒരു പരാതിയായി പോകുന്നുവെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടാകാമെങ്കിൽ ആ കാരണം കൂടിയാവാം ആത്മഹത്യയിലേക്ക് നയിച്ചത്. അതുകൊണ്ട് യഥാവിധി ഈ വിഷയത്തിൽ ഇടപെട്ട് നിയമപരമായ നടപടിക്രമങ്ങളിലൂടെ പരിഹാരം കണ്ടെത്തേണ്ട വിഷയത്തെ ആൾക്കൂട്ട വിചാരണയ്ക്ക്, ഷട്ടിൽ കോർട്ട് വിചാരണ എന്നാണ് അറിയപ്പെടുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ ഓർമ്മിക്കണം, കേരളത്തിലെ വിവിധ ക്യാമ്പസുകളിലും വിവിധ ഹോസ്റ്റലുകളിലും ഇത്തരത്തിലുള്ള ആന്തരികമായൊരു നീതിന്യായ സംവിധാന വ്യവസ്ഥയുണ്ട്. പല ക്യാമ്പസുകളിലുമുണ്ട്. അതിൻ്റെ അർത്ഥം എല്ലാ ക്യാമ്പസുകളും അങ്ങനെയാണെന്നല്ല. അതിൽ റാഗിങ്ങുമായി ബന്ധപ്പെട്ടാണ് ഭൂരിപക്ഷം പരാതികളും ഒത്തുതീർപ്പാക്കുന്നത്. പക്ഷേ ഇപ്പോൾ റാഗിംഗ് പൂർണ്ണമായും നിരോധിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ SFI എന്ന പ്രസ്ഥാനവും മറ്റെല്ലാ പ്രസ്ഥാനങ്ങളും റാഗിങ്ങിനെതിരെ നിലപാടും സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ ആന്റി റാഗിംഗ് സെല്ലിൽ ഉൾപ്പെട്ടൊരു വിദ്യാർത്ഥി കൂടിയുണ്ട്. കാരണം ഇത് റാഗിംഗ് അല്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതൊരു സദാചാര പോലീസിംഗുമായി ബന്ധപ്പെട്ട ആൾക്കൂട്ട വിചാരണയുടെ സ്വഭാവമാണ് അതിനുണ്ടായത്. അത് നിയമവാഴ്ചയെ വെല്ലുവിളിക്കുന്നതാണ്. നിയമപരമായി ICC വഴി ഒത്തുതീർപ്പിലെത്തേണ്ട അല്ലെങ്കിൽ പരിഹാരം കണ്ടെത്തേണ്ട ഒരു വിഷയത്തിൽ സീനിയർ വിദ്യാർത്ഥികളടക്കം ഉത്തരവാദിത്തപ്പെട്ട യൂണിയൻ ഭാരവാഹികളടക്കം സിദ്ധാർത്ഥനെ മർദ്ദിച്ച്, സിദ്ധാർത്ഥനെ ഒരു മനോനിലയിലേക്ക് എത്തിച്ച്, സിദ്ധാർത്ഥനെ ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിക്കുകയായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ രണ്ടു പ്രധാനപ്പെട്ട കാരണങ്ങളുണ്ട് സിദ്ധാർത്ഥന്റെ ആത്മഹത്യയിലേക്ക് നയിച്ചത്. ഒന്ന്, ആൾക്കൂട്ട മർദ്ദനത്തെ തുടർന്നുള്ള മനോവിഷമം. രണ്ട്, നേരത്തെ അവിടെ ഈ പെൺകുട്ടി നൽകിയ പരാതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു മനോവിഷമം. ഇത് രണ്ടും ഒരുപക്ഷെ പരാതിയുമായി ബന്ധപ്പെട്ട് ഡോക്ടർ അരുൺ പറയുന്നത് ശരിയാണോ? ഇപ്പോൾ വിദ്യാർത്ഥികളുമായി സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിലൊക്കെയാണ് പറയുന്നത്. പരാതി പോയിരിക്കുന്നത് മരിച്ചതിന് ശേഷമാണ്, 19-ാം തീയതിയാണ്. അതുകൊണ്ട് അത് സാങ്കേതികമായി ശരിയല്ല. ആ വാദം നമ്മളിപ്പോൾ പറയുന്നതും ശരിയല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത്രയും ക്രൂരമായി കൊല ചെയ്യപ്പെട്ടതാണ്. അല്ല, ഞാൻ പറയുന്നത് കമ്പി കുരുക്കി ബെൽറ്റ് കൊണ്ടടിച്ച് നഗ്നനായി മർദ്ദിക്കുമ്പോൾ ഏൽക്കുന്ന അപമാനമുണ്ട്. ഒരു പെൺകുട്ടിയോടുള്ള പ്രണയാഭ്യർത്ഥന നിരസിച്ചുകൊണ്ടല്ലോ ഡോക്ടർ അരുൺ. അതെ സ്മൃതി, ഞാൻ പൂർത്തിയാക്കട്ടെ. ഈ രണ്ടു വിഷയങ്ങളും സംഭവിച്ചേക്കാം. ഇതിന്റെ യഥാർത്ഥ കാരണം എന്തെന്നാണ് നമ്മൾ അന്വേഷിക്കേണ്ടത്. ആ പരാതി എൻ്റെ കയ്യിലുണ്ട്. ഡേറ്റ് ഓഫ് കംപ്ലൈന്റ് കിടക്കുന്നത് 18-ാം തീയതിയാണ്. അതിലെനിക്കും സംശയമുണ്ട്. കാരണം മരണം നടക്കുന്നത് ഉച്ചയ്ക്കാണ്. ഈ ഉച്ചയ്ക്ക് ശേഷമാണോ ഈ പെൺകുട്ടി പരാതി എഴുതിയിരിക്കുന്നത് എന്നുള്ള ആ പെൺകുട്ടിക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് 18/2/2024. എന്റെ കയ്യിൽ ആ പരാതിയുണ്ട്. Not possible to issue a notice to the respondent because of his demise on 18/2/2024. That happened even before the day complaint was filed to the authority 19/2/2024. അതെ, നമ്മൾ രണ്ടുപേരും ഒരേ കംപ്ലൈന്റിനെ കുറിച്ചാണ്. ഡേറ്റ് ഓഫ് കംപ്ലൈന്റ് ആ കംപ്ലൈന്റിൽ എഴുതിയിരിക്കുന്നത് 18/2, ഫയൽ ചെയ്തിരിക്കുന്നത് അധികൃതരുടെ കൈവശം എത്തിയിരിക്കുന്നത് 19/2. അതുകൊണ്ടാണ് എനിക്ക് സംശയമുണ്ടെന്ന് ഞാൻ പറഞ്ഞത്. ഇത് മരണശേഷം എഴുതിയിരിക്കുന്ന കംപ്ലൈന്റ് ആണോ? ഡോക്ടർ അരുൺ, വേറൊരു കാര്യം കൂടിയുണ്ട്. SFI വിദ്യാർത്ഥിക്ക് അറിയാമായിരുന്നു എന്നതും ഒരുപക്ഷെ ആത്മഹത്യയിലേക്ക് നയിച്ചേക്കാം. പക്ഷെ അതൊന്നും ആ മർദ്ദനത്തിന് കാരണമേ ആകുന്നില്ല. തീർച്ചയായും ഡോക്ടർ അരുൺ, ഇതിൽ ഈ പരാതി കൊടുക്കൽ, ഒരു പെൺകുട്ടിയെ കൊണ്ട് പരാതി കൊടുക്കൽ എന്നൊക്കെ SFIയുടെ സ്ഥിരമായിട്ടുള്ള രീതികളാണ് കോളേജുകളിൽ. ഇത് ഞാൻ പഠിക്കുന്ന കാലത്ത് എനിക്ക് സ്വന്തമായ അനുഭവം ഉള്ളതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. ഞാൻ ആവർത്തിച്ച് പറയുന്നത് അതാണ്. ഇതൊരു തരം രീതിയാണ്. അതൊരു രീതിയുടെ ഭാഗമായിട്ട് തന്നെയാണ്. മരിച്ച ശേഷമാണ് ഈ പരാതി ഈ ഡേറ്റ് വെച്ച് കൊടുക്കുന്നത്. Meet the editors.